ഇത്രയും സംവിധാനങ്ങളുള്ളപ്പോൾ ഒരിക്കലും കള്ളവോട്ടിൽ ഒരു പാർട്ടിക്കാരും അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം കള്ളവോട്ട് ചെയ്തും ഇങ്ങനെ പിടിച്ചു പറിച്ചും അധികാരത്തിൽ വന്നിട്ട് ഒരു കാര്യമില്ല. ഒരു ബോധമുള്ളവരൊന്നും ഇതൊന്നും വിശ്വസിക്കില്ല. അല്ലാത്തവർ അധികാരത്തിന് വേണ്ടി പിറക്കെ ഓടി നടക്കുന്നില്ലേ, അവർ ചിലപ്പോൾ അംഗീകരിക്കും. അത്ര വൻ ഭൂരിപക്ഷത്തിന് കള്ളവോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ ജനാധിപത്യ രാജ്യത്തില്ലല്ലോ. ബാലറ്റ് പേപ്പറാണെങ്കിൽ നമുക്ക് കറക്റ്റ് വോട്ടുകൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പം യന്ത്രങ്ങളാകുമ്പോൾ നമുക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കടന്നു പോകുന്നത്. നമസ്കാരം. BJP അധികാരത്തിൽ തുടരുന്നത് കള്ളവോട്ടുകൾ കിട്ടിയാണ്. ഈ ഒരു അഭിപ്രായം മറ്റാരുടേതുമല്ല, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടേതാണ്. രാഹുൽ ഗാന്ധിയുടെ ഇതേ അഭിപ്രായം തന്നെയാണോ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത്? അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. BJP അധികാരത്തിൽ തുടരുന്നത് കള്ളവോട്ട് കിട്ടിയിട്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവായുള്ള രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തായിരിക്കും അതിന്റെ പിന്നിലെ സത്യം? അതിന് പിന്നിലെ ഒരുപാട് ഇത്രയും സംവിധാനങ്ങളുള്ളപ്പോൾ ഒരിക്കലും കള്ളവോട്ടിൽ ഒരു പാർട്ടിക്കാരും അങ്ങനെ വരാൻ സാധ്യതയില്ല. കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞാലും BJP ആയിരുന്നു കഴിഞ്ഞാലും ആരും അങ്ങനെ വരാൻ സാധ്യതയില്ല. നിയമപരമായിട്ട് അവർ വരുള്ളൂ. അങ്ങനെ തന്നെയാണ്. അതിന് വ്യക്തമായ തെളിവ് ഉൾപ്പെടെ അയാളെ നിർത്തിയില്ലേ. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ത്യ മൊത്തവും യാത്ര ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം നിലവിലുള്ളതല്ലല്ലോ. കാരണം ഉദാഹരണം സുരേഷ് ഗോപിയുടെ കേസ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള സംഭവം. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇനിയുള്ള ഇലക്ഷൻ വരുന്ന സമയങ്ങളിലും അത് നിയമത്തിൻ്റെ രീതിയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരണമെന്നാണ്. കാരണം കള്ളവോട്ട് ചെയ്തും ഇങ്ങനെ പിടിച്ചു പറിച്ചും അധികാരത്തിൽ വന്നിട്ട് ഒരു കാര്യമില്ല. നേട്ടം നമ്മൾ ജനങ്ങളാക്കിയിരിക്കുന്നതാണ്, അതാണ് കിട്ടേണ്ടത്. അല്ലാതെ സുരേഷ് ഗോപിക്ക് 1 ലക്ഷം വോട്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണപ്പെട്ട ആൾക്കാരും വിശ്വസിക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധി ഈ ചെയ്യുന്ന പ്രവൃത്തി നേരത്തെ രാഹുൽ ഗാന്ധി ഇതുപോലെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും അത് ഒത്തൊരുമിച്ച് പോവേണമെന്നുണ്ടെങ്കിൽ ഈ കള്ളവോട്ട് ഒഴുകുന്നത് എവിടെ നിന്നാണോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഈ 2 പ്രാവശ്യം BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് ഇങ്ങനെ തന്നെയാണ്. അത് പൊതുവേ ഉള്ളൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. BJP ഗവൺമെൻറ് 2 പ്രാവശ്യം അധികാരത്തിൽ വന്നത് കള്ളവോട്ട് ചെയ്തിട്ട് തന്നെയാണ്. അതിന് വ്യക്തമായ തെളിവുകൾ കണ്ടില്ലേ? ചോദിക്കുന്നുണ്ട്. രേഖകളുണ്ടല്ലോ, തെളിവുകളുണ്ടല്ലോ. നമ്മുടെ തൃശ്ശൂർ വരെ അങ്ങനെയുള്ള സുരേഷ് ഗോപിയുടെ കുടുംബക്കാർ തിരുവനന്തപുരം താമസിച്ചിട്ട് അവരും വന്നിവിടെ. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്ന പല രേഖകളിലും ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ പിതാവിൻ്റെ പേരായിരുന്നാലും മാതാവിൻ്റെ പേരായിരുന്നാലും കറക്റ്റ് പ്രൂഫ് കറക്റ്റ് അല്ല എന്നും കുറച്ച് പേര് പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കറക്റ്റ് അല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. പാർട്ടിക്കാരെങ്കിലൊക്കെ പറയും. അയാളെല്ലാം പഠിച്ചിട്ടല്ലേ പറയുന്നത്. ഇപ്പം BJPക്ക് കിട്ടിയതെല്ലാം കള്ളവോട്ടുകളിലൂടെ എല്ലാം എന്നുള്ളതിലല്ല, അതിനകത്ത് ഉണ്ട് എന്നാണ് തോന്നുന്നത്. രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, BJP PR വർക്കുകളുടെ മോദി PR വർക്കുകളുടെ തിരക്കിലാണെന്ന്. ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു എന്ന് തുറന്നു കാട്ടുക, അങ്ങനെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഉദാഹരണം അതല്ലേ, ഇപ്പോൾ GST കൊണ്ടുവന്ന അയാൾ തന്നെ, ഇപ്പോൾ കുറച്ചത് അയാൾ തന്നെ. ഇന്നത്തെ പത്രത്തിൽ നോക്കിയപ്പോൾ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് 25,000 രൂപയാണ്. അത് വരെയുള്ളതിനൊന്നും പൈസ കുറയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വെട്ടിപ്പം തട്ടിപ്പോയി. പക്ഷെ ഒരുപാട് സാധനങ്ങൾക്ക് GSTയിലൂടെ വില കുറയുന്നില്ലേ? നമ്മൾ നിത്യ ഉപയോഗി കുറയുന്നതൊക്കെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലേ അറിയാനൊക്കെ ഉള്ളൂ. പക്ഷെ അത് നല്ലൊരു കാര്യമല്ലേ. ഇപ്പം നമ്മൾ അവശ്യ മരുന്നുകൾ, നമുക്ക് അത്യാവശ്യമുള്ള ഒരുപാട് മരുന്നുകളുണ്ട്, വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ട മരുന്നുകളുണ്ട്. അതിന്റെ GST പൂർണ്ണമായിട്ട് ഒഴിവാക്കുമ്പോൾ രൂപയുടെ വ്യത്യാസം അറിഞ്ഞൂടല്ലോ. അത് വരുമ്പോൾ നല്ലൊരു കാര്യമല്ലേ അവർ ചെയ്യുന്നത്. കൂട്ടിയിട്ട് കുറച്ചിട്ട് കാര്യം എന്താണ്? സ്വർണ്ണ വില പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ കൊണ്ട്? ഇല്ല ഇല്ല. അത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഏകദേശം ഒരു 10-12 വർഷം 300 രൂപയായിരുന്നു. ഇതിപ്പോൾ എന്ത് കണക്കിലാണ് പോണത്? അത് മറ്റു നാടുകളുടെ മറ്റു നാടുകളൊന്നുമല്ല, അതൊന്നും അങ്ങനെയാണല്ല. അത് നോക്കിയിട്ട് കാര്യമില്ല. ഡീസലും പെട്രോളിൻ്റെ വിലയോ? നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ലേ ഞങ്ങളെ, അതും എല്ലാം അതിന് ബാധകം. അതൊന്നും ബാധകമൊന്നുമല്ല. GST പിന്നെ പെട്രോളിനെ ഏർപ്പെടുത്താത്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റം പറയുമ്പോൾ കേരള സർക്കാരിനെ നമ്മൾ കുറ്റം പറയേണ്ടി വരത്തില്ലേ? അവർക്കിപ്പം നികുതി പങ്ക് പറയുന്നത് പോലെ കേരള സർക്കാരിന് സാധിക്കുമല്ലോ. അത് 3000 കോടി നഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഇയാള്. അത് വെറുതെ പറയണല്ലേ, ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് അയാൾ അങ്ങനെ പറഞ്ഞു. ധനമന്ത്രി അവർക്ക് കാശ് കിട്ടില്ല, അതുകൊണ്ട് അത് വാങ്ങിയിട്ട് ജനങ്ങൾക്ക് പ്രയോജനം വേണ്ടേ? അതെ, ഇപ്പൊ GST കുറയ്ക്കുന്നതിലൂടെ നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പൊ പ്രാബല്യത്തിൽ വരുമ്പോൾ സാധാരണക്കാർക്കല്ലേ അതൊരു നേട്ടമായിട്ട് മാറുന്നത്. വരുമ്പോൾ ചിലപ്പോൾ നേട്ടം കാണും. രാഹുൽ കാര്യം അറിയാതെ സംസാരിക്കുന്നെന്നാണ് തോന്നുന്നത്.
തോന്നുന്നത്. എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ BJPക്ക് സത്യസന്ധമായിട്ടുള്ള വോട്ടുകൾ തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവും? അത് BJP അല്ലല്ലോ, ഉദ്യോഗസ്ഥന്മാർ തന്നെ കേരളത്തിൽ തന്നെ ഇപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ മാറ്റണമെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരെയല്ലേ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പഴയതുപോലെ വെച്ച് നടത്താം, ഒരിക്കൽ ഒരു ചാൻസ് കൊടുക്കാമെന്നൊക്കെ പറയല്ലേ. ഇതിനൊക്കെ എന്തോന്ന് കള്ളത്തനം കാണിക്കാനാണ് ഇലക്ഷനിൽ. പിന്നെ കള്ളവോട്ട് പണ്ട് തൊട്ടേ ഉള്ളത് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇപ്പോഴതൊന്നും നടപ്പിലാവില്ല. രാജീവ് ഗാന്ധിയൊക്കെ പറയുന്നത് വെറും പൊളിയാറ്റ ആളുകൾ കാണുള്ളൂ. കോൺഗ്രസ്സുകാരിൽ ഒത്തിരി ബോധമുള്ളവരൊന്നും ഇതൊന്നും വിശ്വസിക്കില്ല. അല്ലാത്തവർ അധികാരത്തിന് വേണ്ടി പിറക്കെ ഓടി നടക്കുന്നില്ലേ, അവർ ചിലപ്പോൾ അംഗീകരിക്കും, അല്ലാത്തവരൊന്നും അംഗീകരിക്കില്ല. അത്ര വൻ ഭൂരിപക്ഷത്തിന് കൊള്ളയോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ ജനാധിപത്യ രാജ്യത്തില്ലല്ലോ. അതിനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ. കള്ളയോട്ടാണ് അല്ലാതെ തിരിച്ചറിയാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കപ്പെടുന്നത്. കള്ളയോട്ടൊക്കെ നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇത്ര വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമ്പോൾ അത് മൊത്തം കള്ളയോട്ടാന്ന് പറയുന്നത് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. സാർ, പിന്നെ രാഹുൽ ഗാന്ധി വേറൊരു പ്രസ്താവന കൂടി പറഞ്ഞിരുന്നു, മോദി PR വർക്കുകളുടെ തിരക്കിലാണെന്ന്. നമുക്കറിയാം, നരേന്ദ്രമോദി രാജ്യത്ത് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നതാണ്, വാർത്തകളിലൂടെയും മറ്റും അറിയുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ PR വർക്ക് ചെയ്യേണ്ട ആവശ്യം മോദിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പൊളിറ്റിക്കൽ അല്ലേ, രാഷ്ട്രീയമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാമല്ലോ. അങ്ങനെ പറയുന്നതായിരിക്കും തോന്നുന്നു. എന്ന് പ്രതീക്ഷിക്കാം. സാറിന് എന്ത് തോന്നുന്നു? പറഞ്ഞതാണ് ശരിയാ, സാറ് പറയാൻ പോലെ തന്നെ വിഷയങ്ങളല്ല. അല്ലാതെ കള്ളവോട്ട് കൊണ്ടല്ല, കള്ളവോട്ട് അങ്ങനെ മൊത്തത്തോടെ എടുക്കാൻ പറ്റില്ല. കള്ളവോട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമുള്ള കാലമല്ലേ കള്ളവോട്ടാണ്. പക്ഷേ ഇപ്പം ഈ വോട്ട് യന്ത്രത്തിലാണ് വിഷയങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ബാലറ്റ് പേപ്പറാണെങ്കിൽ നമുക്ക് കറക്റ്റ് വോട്ടുകൾ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പം യന്ത്രങ്ങളാകുമ്പോൾ നമുക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് കടന്നു പോകുന്നത്. അതാണ് വിഷയം. BJP അധികാരത്തിൽ വന്ന അപ്പോൾ അത് നല്ലതല്ലേ? അതെ അതെ, ഇത്ര വേറെ എല്ലാവരും ഇപ്പം BJP അധികാരത്തിൽ ഇപ്പോൾ 10 വർഷത്തിലധികമായിട്ട് തുടരുകയാണല്ലോ. അവരെ കുറച്ച് ഭരണ നേട്ടങ്ങൾ പറയാമോ? ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരുപാട് പെൻഷൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള വികസനത്തിൻ്റെ ഇതിലായാലും എല്ലാം നമ്മൾ കാണുന്നില്ലേ. ഇതിൽ കൂടുതൽ എന്തൊരു വേണം? പോരെ പ്രസ്താവന കേട്ട്, പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ പേപ്പറിൽ കൂടെയുള്ള അറിയുന്ന അറിവല്ലേ ഉള്ളൂ. എന്ന് തോന്നുന്നു അവരുടെ ഈ ഭരണ പ്രവർത്തനങ്ങളും നമ്മൾ തിരഞ്ഞെടുപ്പെല്ലാം നമ്മൾ നേരിൽ കാണുന്നതാണല്ലോ, വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ അറിയുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ എന്ന് തോന്നുന്നു, വോട്ട് മോഷ്ടിച്ചാണോ BJP അധികാരത്തിൽ തുടരുന്നത്? എന്തെങ്കിലും സംതിങ് റോങ് അല്ലെങ്കിൽ റൈറ്റ് കാണും, ഇല്ല നമുക്ക് നോക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളതിനകത്ത് കൂടുതൽ ഇൻവോൾവ് അല്ലല്ലോ. ഇപ്പം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, മോദി PR വർക്കുകൾ നടത്തിയാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അതുവഴിയാണ് അവർക്ക് വോട്ട് കിട്ടുന്നതെന്നുമാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ അവരുടെ PR വർക്ക് എന്ന് വെച്ചാൽ PR വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ആളെയൊക്കെ വെച്ചിട്ട് അവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറയുക, അങ്ങനെ നടത്തിയാണ് വോട്ട് കിട്ടുന്നത്, അല്ലാതെ അവരുടെ ഭരണ നേട്ടം കണ്ടിട്ട് ഒന്നുമല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്ന് പറയാൻ പറ്റില്ല. ഭരണത്തിൽ നേട്ടങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഫാൾട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഭരണം എന്നാലും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം അല്ലാതെ ജനങ്ങൾ ഇട്ടുകൊടുത്ത വോട്ട് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. ജനങ്ങളിപ്പം വോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭരണമായിരിക്കുമല്ലോ അവർ കാഴ്ചവെച്ചിട്ടുണ്ടാവുക. ഇപ്പൊ 10 വർഷത്തിലധികമായിട്ട് നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യയെ ഭരിക്കുകയാണ്. അവരുടെ കുറച്ച് ഭരണ നേട്ടങ്ങൾ പറയാമോ? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഒരുപാട് മേഖലകളിൽ ഒരുപാട് തുറമുഖം കാര്യങ്ങൾ പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നതല്ല സത്യം, ഒരിക്കലും ഇല്ല. എനിക്ക് യോജിപ്പില്ല. ഇല്ല, എന്താങ്കിലും അതിന്റെ സത്യാവസ്ഥ എന്തായിരിക്കും? ഇപ്പം ഒരാളങ്ങനെ പിന്നെ ഒരാളുടെ വളർച്ചയിൽ ഒരാളിന് അങ്ങനെ അസൂയപ്പെടും പോലെയുള്ള ഒരു രീതിയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിനും കൂട്ടു നീക്കാൻ നോക്കൂല. എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ ഇല്ലാതിരിക്കില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും സ്വയം പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് സ്വാഭാവികം. അതിപ്പോൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. അതാണ് അവിടെയും കണ്ടത്. BJPക്ക് അല്ലാതെ ജനങ്ങൾ കൊടുത്ത വോട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് വിശ്വാസമുണ്ട്. 100% എനിക്ക് വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്? ഇപ്പം ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പം ദൈവം സഹായിച്ച് ചെയ്യുന്നുണ്ട്. അതെ 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 അതെ, കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ GST പല സാധനങ്ങളും GST തന്നെ ഇപ്പം ബൈപ്പാസ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇപ്പം അതിന് മുമ്പ് ബൈപ്പാസ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ മരുന്നിന് 5500 രൂപയാവും. അതെങ്ങനെ മൈനസ് ചെയ്ത് ഡോക്ടർ പറഞ്ഞ് കുറച്ച് ഇപ്പോഴെനിക്കത് ഇന്നലെ മെനിഞ്ഞാന്ന് 1200 രൂപയായുള്ളൂ. 480 രൂപയ്ക്കുള്ള മരുന്ന് മെനിഞ്ഞാന്ന് ഇന്നലെ വില ചോദിച്ചപ്പോൾ ഇവിടെ 380, 100 രൂപ
ഒരു മരുന്നിന്മേൽ കുറഞ്ഞു. നിക്കോറിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, അത് 20 ടാബ്ലറ്റേ ഉള്ളൂ. അത് ഒരു മാസം 3 എണ്ണം വേണം. അപ്പോൾ അതിന് 300 രൂപ നമുക്ക് അത് ഒരു മരുന്നിന്. പിന്നെ ഒരുപാട് ഐറ്റങ്ങൾ അങ്ങനെ നമുക്ക് മൈനസുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം അങ്ങനെ വേറെ വേണ്ടി ഒരാളിനെ അങ്ങനെ പറയണത് അത് തേജോധം ചെയ്യുന്നത് ശരിയല്ല. എന്തായാലും സാധാരണക്കാർക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. ഒരുപാട് പ്രയോജനം അത് പറയാൻ നോക്കില്ല. നമുക്കിപ്പോൾ എല്ലാ പാർട്ടികളും വേണം. ജനാധിപത്യ രാജ്യമാകുമ്പോൾ നമുക്ക് എല്ലാം എല്ലാം വേണം. അത് ഒരാളിനെ അങ്ങനെ കരുതേക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അധികാരത്തിൽ തുടരുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? അത് യോജിക്കുന്നു, പക്ഷേ അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് സത്യം അറിയുന്നില്ലല്ലോ. അവർ പറയുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കാൻ കൂടല്ലോ. രാഹുൽ ഗാന്ധി എനിക്ക് ഇഷ്ടമാണ്, അവരുടെ അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ ആ ദുരന്തം സംഭവിച്ചാൽ എനിക്കിപ്പോഴും ഓർക്കും വിഷമമുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിലെല്ലാം കള്ളവോട്ട് ഇട്ടായിരിക്കും അതായിരിക്കുമല്ലോ. എല്ലാവർക്കും അത് അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അതൊരു നല്ലൊരു നേതാവോ അങ്ങനെ കള്ളം പറയാൻ പറ്റില്ല. രാഷ്ട്രീയമല്ലയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കള്ളത്തരങ്ങൾ പറയും. രാഹുൽ ഗാന്ധി വേറൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. മോദി PR വർക്കുകളുടെ തിരക്കിലാണ്, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. എനിക്ക് രാഷ്ട്രീയമൊന്നും അറിയത്തില്ല.